ശക്തമായ രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ടാകാം. അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാം. അത് വ്യക്തി വൈരാഗ്യത്തിലേക്ക് മാറുമ്പോഴാണ് വ്യക്തി ഹത്യയിലേക്ക് നീങ്ങുന്നത്. കേരളത്തിൽ അത് ഏറ്റവും അധികം കാണുന്നത് ഒരുപക്ഷെ പാലായിലായിരിക്കും. KM മാണിയോട് ഏറ്റുമുട്ടി നോക്കിയിട്ട് നടക്കാത്ത മുഴുവൻ പേരും മാണിയുടെ മകന്റെ മുതുകത്ത് കയറിയിരുന്ന് ചെണ്ട കൊട്ടുന്ന ദയനീയമായ കാഴ്ചയാണ് കാണുന്നത്. ജോസ് വാ തുറന്ന ഒരക്ഷരം പറയില്ല എന്നുള്ള ഉറപ്പിന്റെ പുറത്ത് ഇവനൊക്കെ എന്തും പറയാം. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചെയ്ത ഒരു വീഡിയോയ്ക്ക് അനുകൂലമായും പ്രതികൂലമായും ധാരാളം അഭിപ്രായങ്ങൾ പലരും പറഞ്ഞു. ഒരാൾ മാത്രം ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമായിരുന്നു. സത്യത്തിൽ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയത് അയാൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾ ഇത്രയും നാളും ജോസിനെ പുകഴ്ത്തി വാർത്ത ചെയ്തിട്ട് ഇപ്പോൾ ജോസിനിട്ട് പണിയാൻ നിൽക്കുകയാണോ എന്നാണ് അയാൾ ചോദിച്ചത്. ആ സഹോദരനോടൊന്നേ പറയാനുള്ളൂ. തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് വൈകിട്ട് 6 മണിക്ക് ശേഷം മാത്രമാണ് ജോസിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയത്. അത് ബോധപൂർവമാണ്. അതിനു മുമ്പ് അഹിതമായ എന്തെങ്കിലും ഞങ്ങൾ പറഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒന്നും മിണ്ടാതിരുന്നത്. KM മാണിയുടെ പേരിൽ ഈ പാർട്ടി ഇനി മുന്നോട്ട് പോവുകയില്ല. മരിച്ച 7 വർഷം കഴിഞ്ഞ ഒരാളെ ഇനിയും മാർക്കറ്റ് ചെയ്യാനുള്ള സാധ്യത ഇല്ലെന്ന സത്യമാണ് ഞങ്ങൾ പറഞ്ഞത്. ജോസ് കെ മാണി ഇപ്പോഴും ധരിച്ചിരിക്കുന്നത് ജോസിന്റെ കാലം കഴിയുന്നത് വരെ KM മാണിയെ മാർക്കറ്റ് ചെയ്യാമെന്ന് തന്നെയാണ്. കൊണ്ടും കൊടുത്തും മുന്നോട്ട് പോയാൽ മാത്രമേ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ. PC ജോർജും കാപ്പനുമെല്ലാം എന്തു പറഞ്ഞാലും അത് കേട്ട് മൗനിയായിരിക്കുന്ന ജോസിന് ഇതിനപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യതയില്ല. ജോസ് കഴിവുള്ളവനും ഭാവനയുള്ളവനും കാര്യങ്ങൾ മനസ്സിലാക്കി നടപ്പിലാക്കാൻ പ്രാപ്തിയുള്ളയാളുമാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ രാഷ്ട്രീയത്തിൽ അത് മാത്രം പോരാ. നരസിംഹറാവുവിനെ പോലെ നരസിംഹറാവുവിന് മാത്രമേ ആകാൻ കഴിയുള്ളൂ. അത് ആന്ധ്രയിലെ പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ആയിപ്പോയതാണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് ജോസിനെയും ഭാര്യയെയും മക്കളെയും പാലായിലുള്ളവർ അസൂയയോടുകൂടിയാണ് കാണുന്നത്. അവൻ്റെ ഒന്നും അപ്പന്മാർ ആകുന്ന കാലത്ത് രാഷ്ട്രീയം കളിച്ച് KM മാണിയെ പോലെ ആയി തീരാത്തത് കൊണ്ടാണ് അവരിൽ പലരും ഗതിയില്ലാതെ നടക്കുന്നത്. ജനങ്ങൾക്ക് തന്നോടുള്ള അസൂയ മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്നുവെന്നാണ് ജോസിന്റെ പോരായ്മ. വലിയ വലിയ പദ്ധതികൾ കൊണ്ടുവരുന്നത് മാത്രമല്ല ഒരു MLA-യുടെയോ ഒരു MP-യുടെയോ കടമ, മറിച്ച് ജനങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്യണം. അത്തരം കാര്യങ്ങളിൽ കുറച്ച് ജാഗ്രത കുറവുണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ല, പാലക്കാർ തന്നെ പറഞ്ഞാണ്. ജനങ്ങളെല്ലാവരും IIIT പഠിക്കാൻ പോകുന്നവരല്ല. അവർക്ക് വില്ലേജ് ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലും താലൂക്ക് ഓഫീസിലും പരമാവധി കളക്ടറേറ്റിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. അതിലൊക്കെ ഇടപെടുന്ന ഒരു ജനപ്രതിനിധിയാണ് പാലക്കാർക്ക് ആവശ്യം. ചില പാർശ്വവർത്തികളുടെ കൈപ്പിടിയിൽ ഒതുങ്ങി നിന്ന് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരെ ഇല്ലാതാക്കുന്നു എന്നാണ് പൊതുവെ കേൾക്കുന്ന ഒരു ആക്ഷേപം. അത് അപകടമാണ്. പിന്നെ ജോസ് എല്ലാം സമാധാനത്തിന്റെ വഴിയിലാണ്. തനിക്കെതിരെ PC ജോർജിന്റെ കൂടെ നിന്ന് ലൈംഗിക കഥകൾ, അവസർപ്പക കഥകളെക്കാൾ നിറം പിടിപ്പിച്ച് എഴുതിവിട്ടവനെയൊക്കെ ചേർത്ത് പിടിച്ചു നടക്കുന്നത് അപകടമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നത് തെറ്റാണെങ്കിൽ ആ തെറ്റ് ചെയ്യാൻ ഇനിയും ഞങ്ങൾ തയ്യാറാണ്. ഏതായാലും ജോസിന്റെ തോൽവി സ്വപ്നം കണ്ട് നടക്കുന്ന കാപ്പന്റെ ശിങ്കിടികൾക്ക് കഴുതക്കാമം കരഞ്ഞു തീർക്കുന്നത് പോലെ അടുത്ത മാസം 4-ാം തീയതി വരെ തോൽക്കുമെന്ന് പറഞ്ഞു നടക്കാം.